കേടുവന്നതാ. ദോഷമുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇത് കൊണ്ടുപോയി വീട്ടിലെ പൂജാമുറി വെച്ച് പ്രാർത്ഥിക്ക്. ദാ ഏതോ ഓണം കയറാൻ മൂലയിൽ നിന്ന് ടൗണിൽ ബസ് ഇറങ്ങിയ സമയം മുതൽ അവളെ സഹായിക്കാൻ പ്രിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടത്തെ ഏറ്റവും സേഫായ ഹോസ്റ്റലിൽ തന്നെ അവളെ കൊണ്ടുവന്നാക്കി. കരിനാഗം അവളുടെ മെക്കിട്ട് കയറിയപ്പോഴൊക്കെ അവൻ ഇടപെട്ട് അതിൽ നിന്നൊക്കെ അവളെ രക്ഷിച്ചു. പക്ഷെ അവൾ ചെയ്തുവോ? കാണാത്തത് കണ്ടെന്ന് പറഞ്ഞ് ചെയ്യാത്ത തെറ്റിന് അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. അവസരം കിട്ടിയപ്പോഴെല്ലാം ഇൻസൾട്ട് ചെയ്തു. ഇപ്പൊ പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന വഷൾ എന്നുള്ള പേരും ചാർത്തി കൊടുത്തു. പെണ്ണായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അവളുടെ കർണക്കുറ്റി കിട്ടി ഞാൻ 4 പൊട്ടിച്ചേനെ. വരുന്നുണ്ട്. പ്രിയനല്ല, ഞാനാണ് ശരിയായ തെമ്മാടിയെന്ന് അവക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഒന്ന് അടങ്ങി നിന്നേ. പ്രശ്നം കൂടുതൽ വഷളാക്കാനാണോ നോക്കുന്നേ? നിങ്ങൾ അവളോട് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. പാറു, ഇങ്ങ് വാ. പ്രിയൻ ഏതെങ്കിലും പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പ്രിയനെ കുറിച്ച് ഇതുവരെ ആരും അങ്ങനൊരു പരാതി പറഞ്ഞിട്ടുമില്ല. ഇതാദ്യമായിട്ടാ. പ്രിയനീന് എന്ത് ദുരനുഭവം നിനക്കുണ്ടായത്? ജയന്തീസ് ചോദിക്കുന്ന കേട്ടില്ലേ? ആ സമയത്ത് നിന്റെ നാവിന് നല്ല നീളം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ നിന്റെ നാവ് താണുപോയോ? സൗസു, എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാൻ തോന്നിയല്ലോ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ അയാളെ വെള്ളപൂശല്ലേ നിങ്ങൾ ചെയ്തത്? ശരി, ഇപ്പൊ ചോദിച്ചിരിക്കുന്നു.